ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഞാൻ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഓക്കെ, ഇതാണ് എൻ്റെ സ്കിന്ന് ഗൈസ്. എന്താവട്ടെ. സോ ഇതാണ് എൻ്റെ സ്കിന്ന്. ഞാൻ ഇവിടെ ഡൺ കൊടുത്തു. അപ്പോൾ ഞാൻ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ ഞാൻ ബാരി ബോൺസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ റിസോഴ്സ് പാക്ക് കണ്ട, ഇതാണ് ബാരി ബോൺസ്. സോ ഇവിടെ ഡിഫാൾട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് ഇടാതെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതൊന്ന് റീഫ്രഷ് ആവട്ടെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീഫ്രഷ് ആക്കാനാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും പച്ച കളറിലാണല്ലോ. ഓക്കെ, ഞാൻ എന്താ ഇവിടെ എനിക്ക് ക്യാമറ ആംഗിൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. ക്യാമറ ആംഗിൾ മാറ്റുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കണം ഗൈസ്. ഓക്കെ, തൊണ്ടയ്ക്ക് കുഞ്ഞൊരു കിച്ചുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഇവിടെ വല്ല സ്ലോട്ടും തോന്നെ സ്ലോട്ടുണ്ട്. ഹോട്ട് മോഡ് ബാർ അങ്ങനെ എന്തോ ഉണ്ട്. ഇതിൽ ലിസ്റ്റ് പ്ലെയർ ടാബ് അല്ലേ. ഒന്നും കേസ് നേരല്ല കേട്ടോ, ഫുള്ള് തലകുളിഞ്ഞിരിക്കുകയാണ്. സോ കേസ് നമ്മളത് ഇവിടെ നമ്മുടെ ടോക്കിൽ ക്യാമറാറ്റിക് ക്യാമറ എന്ത് സംഭവം നോക്കിയിട്ടില്ല. സോ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്കാണ് ഞാൻ ചെയ്യുന്നത്. റീസെറ്റ് ക്ലിക്ക് എഫ് അടിച്ച് നോക്കാം ഗീസ്. ഇതൊക്കെ എന്താ F2? ഇതും അങ്ങനെയല്ല, കീയും ആണോ? ഇതാണുള്ളത് എന്ത് സംഭവം? എന്താ ഇതെന്തത് അത്? അത് ഇവിടെ ഐറ്റം സ്വാപ്പ് ഇൻ ഹാൻഡ്, അതിൽ എഫ് ഉണ്ടല്ലേ, അതാണ്. സോ ഗൈസ് നമ്മളിവിടെ എഫ് മാറ്റിയിട്ട് നമുക്ക് എന്നാൽ പിന്നെ കെ ആക്കാം. ഓക്കെ, അത് സെറ്റാക്കി. ഓക്കെ, ഇവിടെ ലോഡ് ബാർ എന്തൊക്കെയുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് സിംഗിൾ പ്ലെയറിൽ നമ്മൾ സർവറത്ത് കളിക്കാം. ഞാൻ പിന്നെ ഈ മൈ ക്രിയേറ്റീവിൽ ഒരു കുഞ്ഞ് അബദ്ധം പറ്റി ഗൈസ്, വേറെ ഒന്നുമില്ല. അതിൽ ഞാൻ ഫുള്ള് TNT അങ്ങോട്ട് പൊട്ടിച്ച് PC അങ്ങോട്ട് ലാഗാവാൻ തുടങ്ങി. അപ്പം ഞാൻ ഫുൾ എക്സിറ്റ് ആക്കിയതാണ് ഗെയിമിൽ നിന്ന്. ഓക്കെ, നൈസ് ഡേ. ഇവിടെ സീഡ്. ഓക്കെ 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 ഗൈസ്, നല്ല റെയിനാണ്, നല്ല മഴ. സോ സെയിം ക്ലിയർ. നമ്മൾ ഇന്നാളെ ചെയ്ത വീഡിയോ ആണോ അത്? ഒരു ഡൗട്ടിക്ക് അങ്ങനെ ഒരു തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും എന്താ സംബന്ധം അറിയില്ല, ആ ഒരു സെയിം പാറ്റേൺ ആയതുകൊണ്ടാണ് രാവിലെ നീട്ടി വന്നു. അപ്പോൾ ഇത് സെയിം ആൻഡ് അതാണ് ഗൈസ്. അപ്പോൾ കീപ്പൊക്കെ കിട്ടി. അത് ക്യാമറ ഒരു സ്ലോ മോഷൻ ആക്കില്ലേ ക്യാമറ എങ്കിൽ, അതാണ് സംഭവം. ഓക്കെ, നമ്മളുടെ ഇതൊന്നും ഇതുവരെയായിട്ടൊന്നും ആയിട്ടില്ലല്ലോ, എന്ത് പറ്റി? ഓക്കെ, നമുക്ക് മറ്റേ വീട്ടിൽ കയറാം. ഓക്കെ, നമുക്ക് അവനെയൊക്കെ ഒന്ന് സെറ്റാക്കണം. നമുക്കിനി എന്ത് ചെയ്യാം? ടോർട്ടുകൾക്ക് 1 2 3. ഓക്കെ, സോ എല്ലാം ഞാൻ ഫാസ്റ്റ് കാണിച്ചത്. ഇത് കുറച്ച് നീണ്ട പ്രോസസ്സാണ്. സോ ഗൈസ്, ഇവിടെ ഒടുക്കത്തെ മഴയാണ് കേട്ടോ. ഓക്കെ, ഞാൻ എന്താ ഇവിടെ ഓക്കെ ബെഡ് സെറ്റായില്ലേ? ഈ ചത്താൽ പിന്നെ എവിടെയെങ്കിലും പോയി റീസ്പോൺ ആയി കഴിഞ്ഞു കേട്ടോ.
ഓക്കെ, നമുക്ക് 2 കോളല്ലോ. നമുക്ക് ഇവിടെ ഷീപ്പിൻ്റെ മറ്റേ സംഭവമൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഗൈസ്, നമ്മുടെ ലാവ ടോർച്ച് എൻ്റെ കയ്യിലുണ്ട്. സോ ടോർച്ച് ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഗൈസ്, നമ്മൾ കേവൊക്കെ സെറ്റാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കണം. കേവും ഇതെല്ലാം നമുക്ക് പവർ റഷ് കാണും. ഗൈസ്, അയ്യോ ഇത് വെള്ളത്തിൽ പോയി. ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ. ഗൈസ്, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വഴി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് മനസ്സിലാക്കിയത്. ഇവിടെ വെച്ചിട്ട് പൊട്ടി പറ്റുമോ? പൊട്ടി ഗൈസ്, ഒന്ന് പൊട്ടി. രണ്ടാമത്തെ നോക്കാൻ പെട്ടെന്ന് പൊട്ട്. ആ ഇത്തിരി കൂടി ഫാസ്റ്റ്. ആയിഷ് പൊട്ടി. പെട്ടെന്ന് പ്രസ്സായില്ല ഗൈസ്. ചേർത്തിച്ച് കറി സൈഡ് തിരിച്ചിടാം. നമുക്ക് ക്യാരറ്റാണെന്ന് വിചാരിച്ചത്. സാധാരണ സംഭവം ആക്ച്വലി ഉണ്ടായത് ക്യാരറ്റാണെന്ന് വിളിച്ചിട്ട് പൊട്ടിച്ചേക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടാതെയും ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചു. അപ്പം ഞാൻ അറിയാതെ ഗൈസ് ഈ ബെഡും പൊട്ടിച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ നേരെ തലതിരിച്ച് അങ്ങോട്ട് ഇട്ടു ഗൈസ്. എന്നുവെച്ചാൽ വേറൊരു സ്ഥലത്ത് വീഡിയോ ഒക്കെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉടനെ സാധനങ്ങളൊക്കെ മുഴുവൻ നല്ല പണിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഉടനെ ആക്കിയതാണ്. അപ്പോൾ നമുക്ക് നേരെ ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ ഇത് വെച്ചിട്ട് ഇത് സ്റ്റിക്കാണ്. ഇതിനെ കിട്ടി, ടോർച്ച് കിട്ടി. സ്റ്റിക്ക് വെച്ചിട്ട് 1 2 8 ടോർച്ച് നമുക്ക് ഇതിനെടുത്തിട്ട് സ്റ്റിക്കിനെ എടുത്തിട്ട് തിരിച്ചേക്കണം ഗൈസ്. അപ്പോൾ അഥവാ ചത്താലേ പണിയാവും ഗൈസ്. ഓക്കെ, ഞാൻ വേറെ വല്ല ഷെയ്ഡറോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ടോർച്ച് എടുത്തിട്ട് കമ്പൈൻ ചെയ്ത് മാറ്റിയിട്ട് ഇത് ഗൈസ് ഇത്തിരി വേണം നമുക്കിത് ആവശ്യമാണ്. ഇതൊന്ന് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. സംഭവം നടന്നില്ല. നമ്മൾ അവിടെ പോയിട്ട് ആരുടെങ്കിലും അടി കൊണ്ട് ചത്താലേ പണിയാണ് ഗൈസ്. ഒന്ന് എനിക്ക് നാണക്കേടാ, രണ്ടാമത് ഫുള്ള് സാധനങ്ങളും അവിടെ പോകും. ഡീസ്പോണായി വരും പോകും ഗൈസ്. ഓക്കെ, ഇത് കുഴപ്പമില്ല കേട്ടോ. ഫാമിങ് എന്തെടുപ്പായിട്ടുണ്ടാകുമെന്നെങ്കിലോ. ഇത് ഫുള്ള് നമുക്കൊന്ന് നേരെ കാത്തിരിക്കാം. സോ ഗൈസ്, നമ്മളത് ആ പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ നൈസായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് ഇവിടെ ചാടി ഇവിടെ വന്ന് ക്യൂമനിയാം. ഓക്കെ, നമ്മൾക്ക് ഇതിനെ ഒന്ന് ഇതുള്ളതുകൊണ്ട് ഗൈസ് നന്നായി. കാരണം നമ്മൾ അങ്ങോട്ട് വീഴത്തില്ല ഗൈസ്. അതിനിങ്ങനെ കയറിയും ചാടി ഇരിക്കാനായി തോന്നുന്ന ടൈം എടുക്കും. ഓക്കെ, അത് ലൈറ്റ് വെച്ചു. ലൈറ്റ് ഉണ്ട് ഗൈസ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെ ആയിട്ട് വയ്ക്കാം. ഓക്കെ, അടുത്ത് വെച്ചു. ഇനി ഇത്രയും കൂടി ഡീപ്പ് പോയിട്ട് ഇവിടെ ഒന്നും കൂടി വയ്ക്കാം. ഇനി 6 ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ ഒന്ന് വയ്ക്കാം. നമ്മൾ കേവിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഒന്ന് വയ്ക്കാം. ഓക്കെ, കേവ് എത്താറായി. എത്തി പട്ടിയിലിടാ. ഇത്തിരി ഡീപ്പാണോ? ചാവുമോ? ഡീപ്പാവാൻ ചാവാൻ ചാൻസ് ഉണ്ട്. അറിയില്ല, ഏതിൻ്റെയൊക്കെ അടി കൊണ്ട് ചാവും എന്ന് ഭാവിക്കും. കോള് കിട്ടി. ലൈറ്റ് ഇട്ട് വയ്ക്കാം ആദ്യം തന്നെ, കാരണം നല്ല സോംബി ആയിട്ട് വന്ന പണിയാണ് ഗൈസ്. ലൈറ്റ് കഴിഞ്ഞു. നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ച് ഇപ്പോൾ അടയ്ക്കാം. ഏതെങ്കിലും ഒരുത്തൻ്റെ അമ്പോ വില്ലോ വന്നിട്ട് അറിയാതെ എൻ്റെ മേത്ത് പറ്റി ചത്താലേ പണിയാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ ആയിട്ട് സെറ്റാക്കാം. മൈൻക്രാഫ്റ്റ് ഫാൻസ് ജസ്റ്റ് കമൻറ്റ് പോലും എന്താണ് ഈ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യേണ്ട കാര്യമായിട്ടാണ്. അതുകൊണ്ട് എലൈറ്റർ പോയിട്ട് എടുക്കാനൊന്നും പറയല്ലേ, അതൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തോടെ ഇതിപ്പോൾ കൊണ്ട് കയറുന്നത് വഴി എന്തായാലും ഇപ്പം നമുക്കിത് പൊട്ടിക്കാം, എന്നിട്ട് കയറാം. സോ ഗൈസ്, നമ്മളത് പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട് നൈസായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്തെ ഏരിയയ്ക്കും കൂടി ഒന്ന് പോയിട്ട് ഫുള്ള് മൈൻഡ് സെറ്റാവാം. ഓക്കെ ഗൈസ്, നമ്മളത് മൈനൊക്കെ ചെയ്ത് അത്യാവശ്യം നമുക്ക് 64 ഒരു സ്റ്റാക്ക് എന്താ പറയുക ഇത് കിട്ടിയിട്ടുണ്ട്. കോള്
അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം തോനെ ഫുഡും ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റപ്പ് ആക്കാൻ പറ്റും. അതുപോലെ സ്മെൽറ്റ് ചെയ്യുക, അങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. എന്താ നമുക്ക് പുറത്ത് പോവാം. രാത്രി അവിടെ നൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് ലാവയുടെ അടുത്തെത്തി. നമുക്ക് ഈ ലാവ ഒന്ന് സെറ്റാക്കണം കേട്ടോ ഒരു ദിവസം. ലാവ കുട്ടനെ സെറ്റാക്കണം. നല്ല സൂപ്പറാക്കിയിട്ടൊരു കാണാൻ പറ്റുന്നൊരു വ്യൂക്ക് ആക്കണം ഗൈസ്. സോ നമ്മളിത് അവിടെ രാത്രി കേട്ടോ പറഞ്ഞവിടെ നമുക്കൊന്ന് നോക്കണം കേട്ടോ. മറ്റേ കൊല്ലാനായിട്ട് ഇറങ്ങണം എന്ന് നോക്കട്ടെ ഞാൻ. എന്തായാലും ഇപ്പം നമുക്ക് പോയിട്ട് എന്തായാലും ഇപ്പം തന്നെ സൗണ്ട് നോക്കാം. ഏതെങ്കിലും അടുത്ത് ഉണ്ടാവാതിരിക്കില്ല. അവിടെ ക്രീപ്പർ പൊട്ടി ഗൈസ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇവന്മാരൊന്നും വന്നില്ലെന്ന് പറയണ്ട. ക്രീപ്പർ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി സംതിങ് അത് അടുത്ത ക്രീപ്പർ വന്നു. ക്രീപ്പറെ മോനെ വേണ്ട കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് പോയി കൊല്ലും. ഓക്കെ, അവനും പൊട്ടി. ഓക്കെ, ഇനി വേറെ എവിടെയെങ്കിലും വല്ലവന്മാർ ഒളിച്ച് നിൽക്കണ്ടോടാ? ഇല്ല എന്നാണ് ഗൈസ് തോന്നുന്നത്. ഇവിടുത്തെ ഇപ്പം നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇതിനൊക്കെ നമുക്ക് തരാം. വല്ലവന്മാരെയും കിട്ടാൻ ചാൻസ് ഉണ്ട്. എവിടെയൊക്കെ നോക്കാം. ഇവന്മാർ എവിടെ സ്പോണാവുമെന്ന് പറയാം. സ്കെലിട്ടൻ കുട്ടൻ ഗൈസ്. സ്കെലിട്ടൻ ഇല്ല നിൽക്കുന്നത്. പോയിട്ടൊന്ന് ചൊറിഞ്ഞിട്ട് വരാം ഗൈസ്. കുറച്ച് മട്ടൻ കഴിച്ചിട്ട് വരാം. കാരണം ഹെൽത്തൊന്ന് ഹീലുണ്ടേ. എന്തായാലും നമുക്ക് ലീവ് റീസ്പോൺ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് ലെറ്റ്സ് ഗോ ആൻഡ് കിൽ. കുറച്ച് ഫുഡ് കഴിച്ചാലോ? ആണോ ഗൈസ്? വേണ്ട, നേരെ പോയിട്ട് കൊന്നിട്ട് കഴിക്കാം ബാക്കി. ഓക്കെ കുട്ടാ, നീ ചാടാ. അടിച്ചതിൻ്റെ കണ്ണുകളിയുണ്ടോ? ഓക്കെ, അവനെനിക്ക് കൊന്ന് 4.5 ഹാർട്ടിലാണ് ഗൈസ് വെക്കുന്നത്. എല്ലാം കുറച്ച് മട്ടൻ കഴിച്ചേക്കാം എന്തായാലും. കാരണം നമ്മൾ ചാവാം ചിലപ്പോൾ വല്ലവന്മാരുടെ അടിയും ഇടിയൊക്കെ കൊണ്ടിട്ട്. എന്തായാലും നമുക്കിത് ഡോറ് ക്ലോസ് ചെയ്തിട്ട് മട്ടൻ ഇതൊന്ന് ക്ലോസ് ആവും. ഓക്കെ, അപ്പുറത്തേക്ക് നോക്കിയിട്ട് കഴിക്കാം. ഫുൾ ഹെൽത്ത് ആവട്ടെ ഗൈസ്. സെറ്റ് ആവട്ടെ. ഇത്രയാണ് പെവർ സെറ്റ്. എൻ്റെ കൂടെ കണ്ട് അവൻ കുത്തി ഇറക്കിയിരിക്കുന്ന ഗൈസ് 2 ആരോ. എൻ്റെ അപ്പോൾ 3 ആരോ ഉണ്ടാവണം. ഇതൊക്കെ ആരുടെ അവന് ആരോ കൊടുത്ത്. എന്തായാലും നമ്മൾ ചത്താ പോവാതിരിക്കാൻ ഒരു സ്റ്റാക്ക് ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ആവശ്യമില്ല ഉള്ളത് ഫുള്ള് മാറ്റി വയ്ക്കാം ഗൈസ്. ആവശ്യം വന്നാലേ പണിയാണ്. ഓക്കെ, നമുക്കിനി നായയെല്ലാം വേണ്ട. ഇന്ന് നമ്മുടെ ഫ്രണ്ടാക്കണം, മറ്റേ പെറ്റാക്കണം. അവിടെ സോംബി ഉണ്ണി വാടാ. ഓക്കെ, ഉണ്ണി വാടാ, ചാവക്കട്ട വാടാ. എന്തായാലും നീ ചാകുന്നു ചെയ്യില്ലേ രാവിലെ. ഓക്കെ, നമ്മൾ സോംബിയും കൊന്നു. സ്വസ്ത്രം. ഓക്കെ, ഇപ്പോൾ ചുറ്റും ആരും ഇല്ല. അവിടെ എൻഡർമാൻ അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് വലുതായിട്ട് നോക്കാത്തത്. കണ്ട അവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമുക്കിത് ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് കടന്ന് ഉറങ്ങാം. ഓക്കെ ഗൈസ്, എന്തായാലും നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്കിനി സെറ്റാവണം ഗൈസ്. നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം നെതറൈറ്റ് ആർമറൊക്കെ ആവും ഗൈസ്. എല്ലാം നെതറൈറ്റ് ആവും. യെസ്, ലെറ്റ്സ് ഗോ. ഫ്രഷ് മോർണിംഗ് ഗൈസ്. സോ ഇത് പൊട്ടുക ഒന്നുമില്ല. സോ ഗൈസ്, മറ്റേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ശരി. വെയിറ്റ് വേറെ വേണുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ, ഈ ടെക്സ്റ്റർ പാക്കൊക്കെ. കാരണം വില പണിയും കിട്ടും. അപ്പോൾ ബൈ.